രണ്ടാമത് നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് നമ്മളെ എത്തിക്കേണ്ട പോയിന്റിൽ കൊടുക്കുക. ഇത് എവിടെ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻഡി എയർഫീൽഡിന്റെ അവിടെ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ ബോട്ടിനൊക്കെ അടിക്കൂലേ, അന്ന് കൊടുത്ത ഏരിയ അവിടെയാണ് കൊടുക്കേണ്ടത്. ആ ബട്ട് അത് കൊടുക്കുന്നതിന് മുമ്പേ അവിടെ ക്ലിയർ ചെയ്തിട്ട് വേണം പീഡി അങ്ങോട്ട് വരരുത്. കാരണം അവിടെ ഒരു ഏജന്റ് ഉണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന റൂട്ട് ഓഫ് റോഡ് റൂട്ട്. ഞാൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണ ഈ മാപ്പ് എടുത്തിട്ട് അണ്ണ തിരക്കണ E1 ഉണ്ടാ, E1 ഉണ്ടാ, ഇവിടെ നിന്ന് E1 വരെ നമ്മൾ പോവാം. അവിടെ നിന്ന് നേരെ പോയിട്ട് മറ്റേ ജയില് വഴി കേറി നമുക്ക് നേരെ പോവാം. അണ്ണ നോക്കിയാണ് മാപ്പ് നോക്കിയാണ് ഈ E1 എന്ന് പറഞ്ഞ മാപ്പിൽ എഴുതിക്കണ്ടാ E1 കണ്ട കണ്ട ആ റോഡിൽ കൂടിയാണ് പോകേണ്ടത് നമ്മള്. അങ്ങനെയല്ല നീ എന്തിനാ പേടിക്കണ? നീ ഇറങ്ങല്ലേ വണ്ടി സുനി വീടി ഫ്രണ്ട് ഉണ്ട്. അതെ പീഡിനെ ഇപ്പഴേ അടിച്ചു തുടങ്ങാൻ പറ്റുമോ? അടിക്കാം നമുക്ക് അടിക്കാം. എനിക്ക് ഹെൽത്ത് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയണ 2 മിനിറ്റ് ഉണ്ടല്ലോ ട്രക്ക് നിർത്താൻ, ആ ടൈമിൽ ഞാൻ ഇറങ്ങി ഹീലൊക്കെ അടിക്കുവേ. അടുത്താക്ക് എടുക്കാല്ലേ ട്രക്ക്. അവനെ കൊന്നു ഞാൻ അടുത്ത കയറി എടുക്കാം. ഇതല്ലേ റൂട്ട്? ഇതാണ് റൂട്ട്. ട്രക്ക് ആദ്യം പോട്ട്, ട്രക്ക് പോട്ട്. ഏതൊരു വണ്ടി ആദ്യമേ പറന്നു പോയല്ലോ. ആദ്യം ഒരു വണ്ടി പോടാ, എന്നിട്ട് ട്രക്കിന് വിടറാ. ആദ്യം വണ്ടി പോയി സ്നൈപ്പ് പോയിട്ടുണ്ട്. എടാ സുനി, മാപ്പിൽ E1 മാർക്ക് ചെയ്യാം. അപ്പൊ നിനക്ക് വഴി കറക്റ്റ് കാണും. മാപ്പിൽ E1 മാർക്ക് ചെയ്ത് വിടും. E1 മാർക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി സ്റ്റോപ്പ് ആക്കി ഇടും. E1 മാർക്ക് ചെയ്തിട്ട് നേരെ പോയാൽ മതി. E1 അതായത് എടാ DC മല. ഇതൊക്കെ നമ്മൾ ഇവിടെ ഒന്നും പോലീസ് ഇല്ല. ഈ വന്ന വഴിയിലൊന്നും പോലീസ് ഇല്ല. ചന്ദ്രന് ചിരി, സന്തോഷത്തിന്റെ ചിരിയാണ്. ചന്ദ്ര ഇതായ സമയമാണത്. ചന്ദ്രന്റെ പ്രൈം ആയിരുന്നത്. പഠിച്ചതാ. ഓ ഞാനും ഇറങ്ങിപ്പോയി. ഞാനും ട്രക്കി ഇറങ്ങിപ്പോയി. അവര് അടിക്കും. നമ്മുടെ വണ്ടിക്ക് മൈലേജ് കുറവാണ് കേട്ടോ. അത് ശരിയാ. അത് റബ്ബിയാത്തോണ്ട് മൈലേജ് ഒരു 10% ഫ്യൂൽ കുറഞ്ഞു കേട്ടോ പുള്ളിന്ന്. ആ നിനക്ക് ട്രക്കിനുള്ള ഇത് ഞാൻ തരാം. എന്റെ ഫ്യൂൽ ഉണ്ട്. ട്രക്കൊക്കെ ഓൺ ദ വേ. മറ്റേ അന്ന് ചേച്ചിയുടെ മലയില്ലേ DC-നെ ബോബോയ് മറ്റേ ഇറങ്ങി അടിച്ചത് ഹൈവേയിൽ കിടത്താലോ. ബോബോയ് പിക്കെടുത്ത സ്നൈപ്പിനാണോ അടിച്ചു വന്നത്? ആ സ്നൈപ്പിനെ ഓടിഞ്ഞ് എന്നിട്ട് പറയല്ലേ ബഗ്ഗാണെന്ന്. സ്നൈപ്പ് പറയാം സ്ക്രീൻ ആയി പോയി. എടാ ഞാൻ വണ്ടിന്ന് ഇറങ്ങിയിട്ടില്ല. ബാലോട് ചോദിച്ചപ്പോ എല്ലാം കഴിഞ്ഞിട്ട് പറയാടാ ഇറ്റാച്ചി അത് പ്രശ്നമാണ്, അത് നടക്കൂല. ലീജൻ സ്കോറിന്റെ അടുത്താണ്. ഇവ എന്നെ വീഡിയോ ചെയ്താണോ ഇറ്റാച്ചി? ഓർമ്മയില്ലേ? നിങ്ങൾ ചെയ്യിപ്പിച്ചത്. നിങ്ങൾ അടിച്ചിട്ട് ടയർ മേടിച്ചിട്ട് നിങ്ങൾ ചെയ്യിപ്പിച്ചതാണത്. ടീം ഫയർ ആവണത്. ഇതിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. പോലീസിനെ കൊല്ലാതെ പോകാൻ പറ്റില്ല കേട്ടോ. അടിച്ചു പൊത്ത് പോണത്. ഇവിടെ പോലീസ് ഉണ്ട്. എനിക്ക് പോലീസ് ഉണ്ട്. ഫിനിഷ് ചെയ്യണം. എത്തുമ്പോ അവന്മാര് കാണില്ലതേ. മനസ്സിലാടാ. പക്ഷെ ഇപ്പൊ അവരെ കണ്ടില്ലേ നമ്മളെന്തിനും പീഡിപ്പ് അടിക്കണോ? അല്ല അവര് വരും. അവരെ ക്ലിയർ ചെയ്യണം. അവരെ ക്ലിയർ ചെയ്യാതെ നമുക്ക് അവിടെ കൊണ്ട് കൊടുക്കാനും പറ്റത്തില്ല. അതല്ലേ എനിക്കൊണ്ട ഇഞ്ചിവില്ല് മലയുണ്ടാവും. അല്ല നമ്മള് വന്ന സ്ഥലം ഇവർക്ക് അറിയോ? നമ്മള് വന്ന വഴി
അതെ എന്റെ ട്രക്കിന്റെ ഫ്രണ്ട് ഒന്നും ഒരു വണ്ടി കാണാല്ലോ ഓ കുടുങ്ങിയില്ല അവിടെ ട്രോളിന്റെ അവിടെ നിന്ന് ഇറങ്ങി കുടുങ്ങിയില്ല ഞാൻ ഒന്ന് തരാം ആയിരം. അതിന്റെ മണ്ടയില് വണ്ടിയാണ്. ചുമ്മാ കുഞ്ഞില്ല എന്താ എല്ലാം കൂടെ അവസാനം അടിച്ചു ട്രക്കിനെ കാണാനില്ല കേട്ടോ നമ്മളെ ട്രക്കിനെ. ഞാൻ റോഡ് നേരെ വരുന്നു. പോലീസുകാരന്മാരൊക്കെ എവിടെയാടേ? എന്റെ ഡീസൽ കൊടുക്കാൻ ടോള്. ഈ പീഡിനെ ക്ലിയർ ആക്കണമെന്ന് ഉറപ്പാണ്. പറഞ്ഞടാ ക്ലിയർ ആക്കാനേ മറ്റേ ഇതില്ലേ റൈറ്റ് ചെയ്യുന്നൊരു സിറ്റിസൺ വണ്ടി. ഇവിടെ ചന്ദ്ര ക്ലിയർ ചെയ്യാനല്ലേ പറഞ്ഞ, നീ ഉണ്ടായിരുന്നില്ലേ? അല്ലടാ പീടി അവിടെ എത്തുമ്പോഴത്തേക്ക് പീടി കാണരുത്, മനസ്സിലായി? അതാണ് അതിന്റെ അർത്ഥം, മനസ്സിലായില്ലേ? ക്ലിയർ ചെയ്യാനുള്ള വിഷയതാണ്. ഇപ്പൊ പീടി വന്നില്ലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാൻ വിളിച്ച് ചോദിക്കട്ടെ, വെയിറ്റ്. അല്ല പീഡിയന്ന് ഞാനിപ്പോ പീഡിനെ കണ്ടില്ലെങ്കിൽ സാധനം നമ്മൾ കടത്തുന്നുണ്ട്, നിന്നെ കൊന്നിട്ടാ പോടാന്ന് പറഞ്ഞാൽ അവരെ പീടി ചെല്ലാൻ പറ്റൂലല്ലേ? അതെന്ത് ലോജിക്ക്? ഇതിപ്പോ നമ്മളിങ്ങനെ എത്തിയല്ലേ? അതാ പറഞ്ഞ ഞാൻ കാരണം ഞാൻ ഒരു കാര്യം പറയാം, അവന്മാരതാ അവിടെ നിപ്പുണ്ടാവും. കേരളത്തെ വളവിലാണ് ഏതോ മരത്തിന്റെ ഇതുവരെ കണ്ടിട്ടില്ല പീഡിനെ. പീഡിനെ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? സൗണ്ട് ഉണ്ട്. അതെ പീഡിയുടെ കണ്ണേതാ? കാർബിൻ തന്നെയാണോ? ആ ഇവിടുന്ന് മൂവ് ചെയ്ത് പീഡി ഇതുവരെ കണ്ടിട്ടില്ല നമ്മള്. മിണ്ടായിരി. ഹലോ സാർ പീഡിയല്ലേ? കൺസൈൻമെന്റ് സ്റ്റാൻഡിൽ കൂടി. എടാ നിങ്ങള് കൊടുക്കല്ലടാ. അങ്ങോട്ട് കൊണ്ടുപോവല്ലേ? ആ സ്ഥലത്ത് കൊണ്ടുപോവല്ലേ? ട്രക്ക് തിരിച്ചു പീടി അവൻ ആ ഒറ്റയ്ക്ക് രണ്ടു വണ്ടിയുള്ളൂ. ഇവനെടുക്കാം. ചന്ദ്ര ഇല്ല സിംഗിൾ നീ ഫ്രണ്ടിലോട്ടോ റൈറ്റിൽ ഒറ്റയ്ക്ക് ഒരു വീഡിയോ ഉണ്ട്. അവനെ വീഡിയോ റൈറ്റ് ഡിഷിന്റെ അവിടെ അവനെ ഇറങ്ങി നമ്മളടിക്കുവാണേ. ഇറങ്ങി അടിക്കും. എവിടെ ടയർ ഓട്ടിക്കട്ടാ. നിങ്ങൾ എവിടെ ഒട്ടിച്ചാടാ, ടയർ ഒട്ടിച്ചാടാ. ഞാൻ ഇറങ്ങി അടിക്കും. നമുക്കിറങ്ങാം. സുനിക്ക് ഇറങ്ങിക്കൂടാ? എടാ സാൻഡിയുടെ പാലത്തിൽ തന്നെ പിറ്റ് ചെയ്യണേ. ട്രക്ക് സേഫ് ആക്കടാ. ട്രക്ക് നോക്കാം. ട്രക്ക് എവിടാന്ന് അറിയത്തില്ല ചന്ദ്ര. ഇറങ്ങി ഫൈറ്റ് എടുക്കാം. നമുക്കിട്ട് അടിക്കലടാ. ഞാൻ പറഞ്ഞടാ ഹൈവേ ഈ റൂട്ടിലെ വണ്ടി ഇറക്കണം, അങ്ങോട്ട് പോകാൻ പോണ്ടെന്നല്ലേ പറഞ്ഞേ. നോക്കിക്ക് അടിക്കുക. നമ്മുടെ ഈ പോലീസ് വണ്ടി മാർക്ക് ചെയ്തു. ഞാൻ നമുക്ക് ട്രക്കിൻ്റെ നമ്മളുണ്ട് ട്രക്കിൻ്റെ ഇവിടെ നമ്മളുണ്ട്. വൺ ഡൗൺ. ഷോപ്പിന്റെ ബാക്കിൽ പീടിയ. എല്ലാരും കുറച്ച് മൂവ് ചെയ്ത് കളയാ സുനി. ട്രക്ക് യൂട്യൂബ്സിന്റെ അങ്ങോട്ട് വരുന്നേ. പീടി ഇവിടെ ഇപ്പുറത്തെ ഷോപ്പിന്റെ ബാക്കിൽ ഒരു ടയർ ഇല്ലാത്ത വണ്ടി പോണേ. ഇവിടെ യൂട്യൂബ്സിന്റെ ഫ്രണ്ട് എല്ലാരും. ഈ ടയറില്ലാത്ത വണ്ടി ഈ മാർക്ക് ബാക്കിത്തെ വണ്ടി. ഈ വണ്ടി എന്റെ മാർക്ക്. ഇത് എത്ര വീട് വെക്കണം? വണ്ടി നാട്ടിൽ ഇറങ്ങി പറ. ആരാ? അയ്യോ ഇതാരാണ്? എടാ ട്രക്കിന്റെ പൊസിഷൻ കണ്ടുവരുന്നു. പാലത്തിനടിയില് എടാ എന്റെ ടയർ കിട്ടി. ഒന്ന് റിപ്പയർ ഷോപ്പിലോട്ട് പോകാൻ പറ്റുമോ നമുക്ക്? എടാ ഒന്ന് റിപ്പയർ എടാ രായ നിങ്ങൾ ഇതാടാ ഒന്ന് ചില്ല പറഞ്ഞു. എടാ ഈ വണ്ടീനെ കവർ ചെയ്ത് കളിയടാ. നിങ്ങൾ അവനെ അടിക്കാൻ പോകാൻ വേണ്ടിട്ട് കളിക്കാണ്ട് ഇവിടെ എടുത്ത് ഇറങ്ങി.
ഞാൻ ഒരു കാര്യം പറയണ കേക്ക്, ഈ ട്രക്കിന്റെ പിന്നാലെ ആൾക്കാരെ വിട്, എന്നിട്ട് വണ്ടി അവന്മാർ ഇങ്ങോട്ട് വരും, അവന്മാരെ ട്രക്കിനെ പിറ്റിയാൻ വരും, മനസ്സിലായി? അവന്മാരെ ഇട്, അത് മതി, അതാണ് പറഞ്ഞത്. എന്നിട്ട് എന്റെ വണ്ടി നീ റിപ്പയറിന്റെ സൈഡിലോട്ട് ഓടിച്ചോ. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മള് ഈ പോലീസുകാരെ അടിച്ചു തീർത്താലേ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. പറ്റുള്ളൂ. അപ്പൊ ഇല്ല, ഇപ്പൊ ഇവന്മാര് വരും, ഇങ്ങോട്ട് വരും. വെയിറ്റ് ജസ്റ്റ് ഒന്ന്. ആ വണ്ടി എന്തിനാണ് ഫൈറ്റ് ചെയ്യുന്നടാ? ഇങ്ങോട്ട് വാടാ, ആ 2 വണ്ടി ഇങ്ങോട്ട് വാ. വന്നു ഇവിടെ കൊല്ലുന്നടാ. എനിക്ക് സപ്പോർട്ട് പെട്ടെന്ന് നീ പിങ്ങിലോ. ചന്ദ്ര ഫ്രണ്ടില് എന്ത് വീഡിയോടാ? പുഴുത്ത വീഡിയോ കേട്ടിയോടാ വണ്ടി ഇടിച്ച്. ഇറങ്ങല്ലേ ഓപ്പണില്. ഒരു സീനില്ല. ബാക്കിൽ വണ്ടി പറയടാ. പാലം ലെഫ്റ്റ് പാലം. എടാ ഇഷ്ടം ചെയ്തോ. നിന്റെ അടി വണ്ടി പറഞ്ഞിടക്കല്ലേ? ദീപനെ പിടിച്ച നിങ്ങൾ മാർക്ക് നോക്കൂ. ഇറങ്ങട്ടെ അത്രയും പേര് ഇറങ്ങിക്കല്ലോ. ഒറ്റക്കുള്ള വണ്ടീനെ പിടി, അവനെ പിടി. അടി ഇറങ്ങിയ ടാക്സി അവരെ കില്ലെടുക്കാൻ വേണ്ടിട്ട് പുറകെ ഓടും. ചാവൂലേ? ഒരു വർഷം എന്റെ പിയലടാ ഒരു സാമാനം എനിക്ക് റിഫ്രഷ് ഒന്നും ആവണില്ല. മയില് അടി നടക്കുന്നത് വൈര്. ഞാൻ ഇറങ്ങി റീഫ്രഷ് ചെയ്ത് ഇപ്പോഴാണ് റീഫ്രഷ് ആയത്. എന്റെ ആളിയൊക്കെ ട്രക്ക് എവിടെ? കണ്ട് നമ്മളോട്ടാ ഉണ്ട് കൂടെ ഉണ്ട്. സഹോദരമല്ല. നമ്മളെത്ര പേര് ഡൗൺ ആയി? 1 2 3 4 5 10 പേരെ ഉള്ള നമ്മള്. അയ്യോ സോറി, ഞാൻ റേഡിയോ 80. എടാ തോക്ക് വരുന്നുണ്ടാ കയ്യില്. അമ്മ ഇവിടെ കുത്തിയിട്ടുണ്ട്. എടാ ഇവിടെ കണ്ടില്ലേ നീ? എനിക്ക് വെടി പോകുന്നില്ല. എടാ നീ വണ്ടി കണ്ടില്ലേ നേരെ ഇന്നത്? ഇപ്പം കണ്ട് ആണ് ഒരാളൊക്കെ 10-200 അടി അടിക്കണം. ചത്തവും പൊങ്ങിയൊന്ന് ഹായ് കാണിച്ചപ്പോ എന്റെ അടുത്ത്. അപ്പോഴാണ് നീ ഇതൊക്കെ പറയുന്നത്. അല്ല വൈര് എന്തൊക്കെ നടക്കുന്ന എവിടാ? എവിടെ? ഫുള്ള് പീടി ആണോ? ഈസി ആണോ?
ഇവന്മാര് അയ്യോ ഇവിടെ കൊണ്ടല്ലേ? കുത്തത്തില്ലടാ മേടിക്കാതെ വീടിന്റെ back ൽ കുത്തിയാ അങ്ങനെ പോലെ കുത്തിക്കോണ്ണ. അണ്ണാ ഒരു കുഴപ്പമില്ല. ഞാൻ ഇറങ്ങി, ഞാൻ ഇറങ്ങി. അയ്യോ പിടി ഞാൻ അടിക്കട്ടെ വേണ്ടി അവന് വേണ്ടെന്നുണ്ട് അവൻ അടിക്കുന്നില്ല. അവനെ ഞാൻ എടുത്ത്. അയ്യോ ഞാൻ ചത്തട്ടാ. ഇവിടെ പിടി അണ്ണാ എന്നോട് പുഷിയാവും. എവിടെ യൂട്ടൂൾസിന്റെ അവിടെ ഒരു പീടി വണ്ടി വരുന്നുണ്ട്. ഒരാളുടെ അവിടെ? യൂട്ടൂൾസിന്റെ അവിടെ ഒരു പീടി വണ്ടി കഴിഞ്ഞ്. നിങ്ങൾ ബേക്കിലോട്ട് എന്റെ അടുത്ത് ട്രക്കിന്റെ അടുത്ത് ഒരു കൊണ്ടുപോവാ പിന്നെ പൊങ്ങി വന്ന് കളിക്കുന്നതാണ് നീ. ആക്കിയില്ല എനിക്ക് കിട്ടി ഇന്ന് അണ്ണ വണ്ടി എടുക്ക് വണ്ടി എടുത്തിട്ടോ എന്തിനാ അടിയൊക്കെ നടക്കുന്ന അയ്യോ വണ്ടി പോലെ വണ്ടി വിട്ടടാ അവിടെ വണ്ടി വിട്ടടാ കൊള്ളഞ്ഞോരെ അണ്ണ തിരിച്ചു എടാ ഞാനല്ലടാ എന്നോട് കണ്ടത്തിലൂടെ എടാ ഇവന്മാരിവിടെ കുത്തിയ ഇവന്മാര് കുത്തിയ എവിടെ നമ്മുടെ വണ്ടി ആരോ കൊണ്ട് റെയിൽവേയിൽ പീടി റെയിൽവേയിൽ ഇവിടെ കുത്തിയ ഫ്രണ്ടില് മാറി ഞാൻ വണ്ടി എടുക്കാം നിനക്ക് ഇത് ചാച്ചി വണ്ടി കയറി ഇപ്പുറത്ത് അവിടെ കുത്തി മാർക്ക് മാറ്റിയോ കുഴപ്പമില്ല. വാറ് കഴിഞ്ഞിട്ട് പറയാം. എവിടെ അമ്മാരെവിടെ പാലത്തിൽ ഷോപ്പിന്റെ ഇടയിൽ റിപ്പയർ ചെയ്ത് ഇറങ്ങിയടാ ഒരൊറ്റ പീടി ഓക്സി നമ്മളെ വണ്ടി എടുത്തിട്ട് വേടാ ലാസ്റ്റ് വനാന്നോ ഞാൻ ഓടുന്നു ടയറും കൂടാ ഒന്ന് റിപ്പയർ വരുവാ കുഴപ്പമില്ല കേട്ടോ ടയർ പോയെങ്കിലും അതിന്റെ ഒരു ഇതില്ലല്ലേ ടയർ എടാ 200 4 ഒരാൾ സ്കേറ്റ് ബോർഡിൽ പോട്ടെ നമുക്ക് അടിക്കാം ധൈര്യമുള്ളവന്മാര് വേടാ അണ്ണാ ഇവിടെ പീടി എവിടെയാണ് ഒരാൾ സ്കേറ്റ് ബോർഡിൽ വരുന്നത് ഇവിടുത്തെ റിപ്പയർ അപ്പുറത്താണോ അവിടെ അതിന്റെ കൂടെ കേരളത്തിൽ എന്താണ് അവിടെ ഒരു 4 പേര് റൈറ്റ് സൈഡ് ഒന്ന് നിർത്തിയാടാ റൈറ്റ് സൈഡ് ഒന്ന് നിർത്തിക്ക് ആ എടാ ബാക്കിൽ പീടി ഹൈലേ ആടാ ഹൈന ഞാനാ ഇവിടെ സ്ഥലം എവിടെ എടാ റിപ്പയർ ഒരു വണ്ടി പയ്യ വരുന്നു നമ്മളതിന്റെ പുറകെ രണ്ടുപേരും തിരിച്ച് ഹൈവേയിലോട്ട് നമ്മള് സ്ഥിരം കളിക്കുന്ന മലയില്ല നമ്മളെ സ്ഥിരം കളിക്കുന്ന മല വണ്ടി പറഞ്ഞു കടന്നു വന്നേ അണ്ണാ എനിക്ക് കത്തി വെച്ച് കുത്താൻ തരുമോ അവനെ പ്ലീസ് എഴുതി വെച്ചിട്ട് ചാവണ്ടേ ചാവണ്ട കുഴപ്പമില്ല ഇത്രയും പേര് ആദ്യം കൂടിയിരുന്നു ആരെങ്കിലൊക്കെ ഇറങ്ങി അടിക്കുന്നവനാ ഒരു ടീം ഇറങ്ങി എന്റെ വണ്ടിയിൽ നമ്മളിറങ്ങുക നമ്മൾ അവസാനം ഇറങ്ങണം അവനെ ഇട്ട് കളിക്കുന്നുണ്ടാ പാവം ഒരാളുള്ള വണ്ടി ഇറങ്ങണം നമ്മുടെ വണ്ടിയിൽ 4 പേര് ആ ഇറങ്ങിയെങ്കിൽ 2 പേരല്ലേ ഇറങ്ങിയടി പറഞ്ഞില്ല ഇല്ല വേറെ അണ്ണാ അണ്ണ ടയർ നോക്കാൻ നിൽക്കില്ലേ അണ്ണാ ഇവിടെ പറഞ്ഞ മണ്ട പറഞ്ഞ അയാൾ ചത്തോ ഇല്ലില്ല അവൻ ആര് ചത്ത് മതിയായ അതെ അയാൾ എന്തോ അതിന്റെ അകത്ത് കാണിച്ചോണ്ടിരുന്നേ ആൾക്ക് ഇറക്കണ്ട അവിടെ നിന്നോണേ ഞാൻ ടയർ അടിച്ച് നോക്കണ്ട ഞാൻ വാറിന് വരണം നോക്ക് എന്തൊക്കെ കാണണം ന്യായം പോണോ വെക്കടാ എന്റെ കൂടി അണ്ണ എന്തിന് സ്കേറ്റും കൂടെ ചെയ്തിട്ട് അണ്ണ അവിടെ ഇറങ്ങിയില്ല കഴിഞ്ഞാ കറക്കണ്ട കഴിഞ്ഞ
കഴിഞ്ഞോണ്ട് നോക്ക്. അല്ല നമ്മ ട്രക്ക് ട്രക്ക് എവിടെ? ആളവിടെ പോയി. ട്രക്ക് എവിടെ? അവിടെ സുനി എടാ, ഞാൻ ഒന്ന് പറഞ്ഞു വിട്ടടാ. പറ. അവിടെ നമ്മളെ വണ്ടി ആരോ എടുത്തോണ്ട് പോയി. അവിടെ തൊട്ട് ഇവിടം വരെ സ്കേറ്റിംഗ് ബോർഡിലാണ് വന്നത്. എല്ലാരും വെടിവെക്കുന്നേ. നാലുപേരുണ്ടാ? സോറി എടാ, വണ്ടി ഒന്നും കൊണ്ട് ഇവരെ പിക്കടാ. ആ, ഈ വണ്ടിയില് നീ എപ്പോ പോയി ഇവനെ? പ്ലെയിൻ ക്രാഷിന്റെ ഫ്രണ്ടില് ഫ്യൂല് തീർന്നു. ട്രക്കിന്റെ അണ്ണ ചത്തവർക്കും വരാൻ പറ്റുമോ? പീടി ഹോൾഡ് ഓൺ ആണെന്ന് പീടി ഹോൾഡ് ഓൺ ആണെന്ന് രണ്ട് മിനിറ്റും കൂടെ കൊണ്ടുകൊടുക്കേണ്ട സമയം അരമണിക്കൂർ. പീടി ഹോൾഡ് ഓൺ ആയാ ഞാൻ ചോദിക്കാം ഇത് പെട്രോൾ ക്യാൻ ആരെങ്കിലും ഉണ്ട്? എന്ത് കൂടാ? എന്റെ ഉണ്ട് സ്കേറ്റ് ബോർഡിൽ എത്തുമ്പോഴത്തേക്ക് ആരെ കൊടുത്തു വിടുവോ? അടിച്ചോ. ഇപ്പൊ നമ്മളൊരു വിറ്റിമേല് വണ്ടി വെച്ച് കണ്ടോ ഇതെല്ലാം ലൈക്ക് അടിക്കാൻ നടക്കും. ലൈക്ക് അടിക്കുക. ഭയങ്കര ഈസി മെക്കാനിസം ഉണ്ട്. ആരും ചാവത്തില്ല. ആരും ചാവില്ല. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അതല്ല, രണ്ട് വണ്ടി ഇറങ്ങിയത് ഒരുത്തര അടിയോട് അടിയട്ടാ. അതൊന്നും പോരാതെ ഇറ്റാച്ചി പിറകെ ഇറങ്ങി അടിച്ചിട്ട് ചാവില്ല. ഞാൻ വണ്ടി പുല്ല് വിലയില്ലായിരുന്നു. അവൻ വെറുതെ ഓടി നടക്കുവായിരുന്നു. ചന്ദ്രനത്ത് ആ കില്ല് എനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ. ഞാൻ തൊട്ട് ചന്ദ്രന്റെ ഭരണം കാണുന്ന ചത്തവ എണീറ്റ് വന്നു. അല്ല DH നേരെ മാറ്റി പറഞ്ഞു. ജയിക്കടാ പീടി ഹോൾഡ് ഓൺ. ചോദിച്ചു അവര് റെസ്പോണ്ട് അല്ല എന്റെ ഞാൻ അഞ്ച് ഹെഡ് കൊടുത്തു, പക്ഷെ ആളി ആവുന്നില്ല. വിതിൻ ബ്രോ താങ്ക് യു ഫോർ ദ 7.29 നേടി. ചിരിച്ച് മരിച്ചു കൺസേവന്റ്. അരക്കണ്ണ കില്ല് വേണമായിരുന്നെങ്കിൽ പറഞ്ഞ പോരായിരുന്നു. ഞാൻ തരില്ലായിരുന്നു. പരീക്ഷയാണ്. 2 ഹെഡിൽ നിൽക്കുമ്പോ നീ എത്ര വരെ ഡൗൺ ആക്കും? അതായിരുന്നു എന്റെ ആരും. അതായിരുന്നു ഞാൻ ടെസ്റ്റ് ചെയ്തത്. കൊള്ളാം, നീ എത്ര ഡൗൺ ആക്കി. ഇവിടെ ആര് വരുമെന്നൊക്കെയാണ് പറഞ്ഞത്. ആരെ കാണാനില്ല, എല്ലാരും പോയാ. എന്തോ കിട്ടുന്ന നമ്പരാ? ആരെ നമ്പർ? അവരെ വിളിച്ചിട്ട് പറ, നമ്മൾ ലൊക്കേഷൻ എത്തിച്ചെന്ന് പറയാടാ. ഓക്കെ. 8 ടൂർ വിളിച്ചു. ബ്രോ താങ്ക് യു ഫോർ ദ മെമ്പർഷിപ്പ് ബ്രോ. എത്തി പറഞ്ഞു. എടാ നമ്മളെ മറ്റേ ഇവിടെടാ 30-37. അയ്യോ നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട്. ആരെ കാണാനില്ല. കേക്കാം നമ്മളിവിടെ കൊണ്ടെത്തിച്ചിട്ടുണ്ടേ ട്രക്ക്. ഇതെല്ലാം വീഡിയോ ഹലോ, ട്രക്ക് എത്തിച്ചു. ട്രക്ക് ഹലോ. ഓക്കെ. അപ്പൊ ട്രക്ക് ഇവിടെ ഇട്ടിട്ട് മാറിയാൽ മതിയല്ലോ, നമ്മൾ ഇവിടെ നിൽക്കണ്ടല്ലോ. ഇവിടെ അല്ലെന്ന് പറയുന്ന സ്ഥലം ചോദിച്ചു. ഇവിടെ അല്ലെന്ന് എയർഫീൽഡിലാണ് കൊടുക്കേണ്ട പുണ്ടച്ചി. എന്തിനാണോ ഇത് സാലി എയർഫീൽഡ് അല്ലേ? മറ്റേ എയർഫീൽഡ് ഇല്ലേ അവിടെ? 203 ട്രെവറിനല്ലേ എയർഫീൽഡ് ഇല്ലേ മറ്റേ ഇത്? ഏത്? മറ്റേ അപ്പുറത്ത്, അതായത് പ്രൊക്കോപ്പിയുടെ അവിടെയുള്ളല്ലേ നീ ഉദ്ദേശിച്ചത്? അവിടെയാണ്. ഞാൻ അവിടെ നോക്കിയിട്ടല്ലോ, അവിടെ എല്ലാം അതല്ല, ഞാൻ ഇവിടെയാണ് ഇടാൻ പറഞ്ഞത്. ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചു. ഇവിടെയാണ് സാൻഡിയുടെ എയർഫീൽഡ് തന്നെയാണ്. ഒന്നുകൂടി ചോദിച്ചു, സാൻഡിയിൽ തന്നെയല്ലേ? 230 എന്നൊക്കെ പറഞ്ഞു. 20-37 പറയുന്നത് കുറെ. അതാണ് അവിടെയാണോ? 2037 ആണോ അതോ നമ്മുടെ 2037 ആണോ? അവിടെ പോകുന്നുണ്ട്, ഞാൻ നോക്കാം. 2037 പക്ഷെ കറക്റ്റ് എയർഫീൽഡ് അല്ല, അത് വേറെ. ഹലോ 2080-ലാണോ? ഓ 2030 അല്ലേ? ഓക്കെ. അന്ന് അവിടെ
വണ്ടി കയറി ഇവിടെയുണ്ട് ഇവര് വണ്ടി കയറി ആ, ഇറ്റാച്ചി, നമ്മുടെ വണ്ടി ഇറ്റാച്ചി. കയറി അണ്ണ എവിടെയാ അണ്ണ പീടി വണ്ടി ഇവിടെ എവിടെ 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 അത് പീടി വണ്ടിയില്ലേ പോയത് അല്ല ഡിഫൻഡറോ വീട് വന്നാ വീണ്ടും അടിക്കും ഇറ്റാച്ചിക്ക് റീഎൻട്രി വാ ആരോടും അതുവരെ നമ്മൾ ഇറക്കിയിട്ടില്ലേ അതാ വെടിയുണ്ട് ഗെയിമിന്റെ സംസാരിക്കല്ലേ അണ്ണാ ഗെയിമിന്റെ സംസാരിക്കല്ലേ കഴിഞ്ഞിട്ട് പോകണ്ട ഇതിന് വരുന്ന നോക്ക് അതിന് തട്ടുന്ന നോക്ക് കഴിഞ്ഞിട്ട് പോണായിരിക്കൂടാ അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ കാർണേജ് ഹൈനെ നിലത്തിറക്കിയിരിക്കുന്നു. അത്രേ ഉള്ളൂ അവനവിടെ വീഡിയോ പോയാ അവനെ മറ്റേ നമ്മ കൊണ്ട് കൊടുക്കൂല അതിന്റെ ഇടയിൽ ഇരിക്കണ് നമ്മള് 50 vs 30 ആണ് കേട്ടോ കളിച്ചത്. ചത്ത വീട് വീണ്ടും എണീറ്റ് അടിക്കും അതോടി People cannot continue. ഇത് പീഡിയല്ലേ ഇത് നോക്കി പറഞ്ഞ അതോടെ വെടി അത് ഇവിടെ ആൾക്കാരുണ്ട്. അവര് നിപ്പുണ്ട് ആൾക്കാരുണ്ട്. പീഡി ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഇപ്പോഴും. പീഡിയല്ല ഇത് മറ്റേ ഇലക്ട്രോണിക്സിന്റെ ആൾക്കാരാ നിൽക്കുന്നത്. എടാ ഞാൻ ഇനി ഗെയിമിന്റെ സംസാരിക്കാം. ഹലോ കേക്കാമോ? സീനുണ്ടോ നമ്മുടെ പ്രശ്നം താരം കൊണ്ട് ഇവിടെ എന്തൊരു കയറ്റി എടാ സുനി നോക്കി പറഞ്ഞേ വണ്ടി റൈറ്റ് സൈഡിൽ കൂടി വേണമെങ്കിൽ കയറ്റിക്കോ. മറ്റേ ഇപ്പൊ ലെഫ്റ്റ് കൊണ്ട് വരാം. സിലിണ്ടർ ഉണ്ട് പൊട്ടിത്തെറിക്കും. സിലിണ്ടർ ഉണ്ട് നോക്കി പറഞ്ഞേ കുറച്ച് അങ്ങോട്ട് പോയിട്ട് വളർന്നു 3 സിലിണ്ടർ ഉണ്ട്. കാർ വരുന്ന വഴി വരല്ലേ. സാധനമൊക്കെ എത്തിച്ചിട്ടുണ്ട്. ഹാപ്പി അല്ലേ? ആ അത്രേ ഉള്ളു. ഹലോ ഓക്കെ കഴിഞ്ഞില്ലേ പരിപാടി കഴിഞ്ഞില്ലേ? നമ്മൾ ഇവരെ ഇത്രയല്ലേ പരിപാടി ഉള്ളൂ. പോലീസ് അങ്ങനെ ചോദിക്കാൻ വന്ന എന്ത് ചെയ്യും നമ്മള്? ഓക്കെ അപ്പൊ ഇത്രയല്ലേ ഉള്ളു. കാര്യം കഴിഞ്ഞില്ലേ? എന്തെങ്കിലും പറയുന്നുണ്ടോ അവര്? ഓക്കെ അപ്പൊ ശരി എടാ. അപ്പം എടാ രായ നേരെ അവരെ വിളിച്ചിട്ട് പറ നമ്മള് ഡെലിവറി ചെയ്തിട്ടുണ്ടെന്ന് പറ. രണ്ടും കൂടി ബ്ലാക്കിങ് എടുക്കാൻ പറ. ഞാൻ വെളിയിൽ വരാം അണ്ണ. ഇവിടെ ആരും പറഞ്ഞ കേട്ടൂടാ. ഹലോ ഹലോ രായ രണ്ടും കൂടി സെറ്റ് ആയിക്കോളാം പറ. നമ്മള് ഡെലിവറി എന്ന് പറ. അവരോട് വിളിച്ച് അത് കേൾക്കണമല്ലേ വിളിച്ചു പറയാൻ. അണ്ണാ ഇനി അവിടെ പോണം നമുക്ക്. കോളിഡേഴ്സ് എല്ലാം സെറ്റ് എല്ലാം സെറ്റ് ഉണ്ടെങ്കിൽ നമ്മള് അവരെത്ര അറിയിച്ചാൽ മതി. എത്തിച്ചേരാൻ സാധനം എല്ലാം ഓർഡർ എടുക്കുന്നതാണ്. ഒരു കുഴപ്പമില്ല. ഓക്കെ സെറ്റ്. ഹലോ சொல்லுங்க. ஹலோ கேக்குது ப்ரோ. நான் ஒரு வர்க்ல இருக்கு. நான் இப்ப அப்புறம் கூப்பிடுறேன். ஓகேவா? ഇത് വാമ്പയേഴ്സിലെ ആൾക്കാർ. ஓகே ஒரு கன்சைன்மென்ட் இருக்கு. அதான் இப்ப கேக்குது. கன்சைன்மென்ட் பண்ணிட்டு இருக்கு. കിട്ടുന്നത് கால் பண்றேன். ஓகே അണ്ണാ നമുക്ക് നേരെ അണ്ണാ നമുക്ക് നേരെ അണ്ണാ കോളീഡേഴ്സ് മാത്രമായിട്ട് നേരെ പോകണ്ട. അപ്പൊ നിങ്ങൾ വേറെ വണ്ടി എടുക്കും. നിങ്ങൾ വേറെ വണ്ടി കയറ്. കോളീഡേഴ്സ് മാത്രമായിട്ട് നമുക്ക് അങ്ങോട്ട് പോകേണ്ടി വരും. അപ്പൊ മറ്റേ വണ്ടി എടുത്തു. അതിനെടുത്തു ചന്ദ്ര ഇറങ്ങി ചന്ദ്രൻ പോയി. ഇറങ്ങിയെന്ന് പറഞ്ഞായിരുന്നു. അടിക്കാൻ പറയണ 6000 പേര് കണ്ടോണ്ടിരുന്നിട്ട് ഒരു 4500 ലൈക്ക് വരുന്നു. അടിക്കാൻ പറഞ്ഞ ദൈവമേ നാളെ ഉറപ്പില്ലാന്ന് പറഞ്ഞ വരട്ടപ്പൻ ഞാൻ പറയും.
എന്നെ ടീം ഫയർ ചെയ്തോണ്ടാണ് തോന്നുന്നു കേട്ടാ. ഒരു ഹെഡേ ഞാൻ തന്നുള്ളൂ. ഒറ്റ ഹെഡ് ഒറ്റ ഹെഡ് ചുമ്മാരി 2 ഹെഡ് വെച്ച് കാച്ചു ഒറ്റ ഹെഡ് 2 ഹെഡ് നിന്നെ കൊണ്ടായിരുന്നാണ് ഞാൻ പറഞ്ഞത്. ബാക്കി കൊള്ളാൻ അമ്മാര് അടുത്ത കൺസൈൻമെന്റ് ടീം എത്തിയെന്ന് തോന്നുന്നു. ഇനിയുണ്ടോ കൺസൈൻമെന്റ്? വേറെ ഗ്യാങ്ങിന്റെ ആയിരിക്കും. അപ്പുറത്ത് മീറ്റിംഗ് ആണ്. വണ്ടി സേവ് ആവണില്ലല്ലേ? അവര് വാറടിക്കാൻ വേണ്ടി വന്നു. മീറ്റിംഗ് എന്തിനാണ്? എങ്ങനെയുണ്ടെന്നാ ഗൺ മെക്കാനിസം? എനിക്ക് വന്നില്ല. മെക്കാനിസത്തിനെ പറ്റി ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ 2 ഒക്കെ വെടിക്ക് ഇറങ്ങിയപ്പോഴും എന്നെ മാമാര് വണ്ടി ഇടിച്ച് കള്ളത്തിട്ടിട്ട് ഇത് വല്ലാത്തൊരു ഇടിയായിരുന്നു. 16 HP ഞാൻ ഫുൾ HP നേരെ 16 HP. അതങ്ങാണ് ഞാൻ ചത്തിരുന്നേ കൊണ്ടല്ലേ. അതങ്ങനെ ചത്തിരുന്നത് ഞാൻ തെറി വിളിച്ചേനെ സത്യം പറഞ്ഞതെങ്കിൽ. പ്യൂർ വീഡിയോ അത്, പ്യൂർ വീഡിയോ. ഞാൻ സേവ് ചെയ്യാൻ പറ്റുണ്ടായിരുന്നു. എന്തുപറ്റിടാ അറിഞ്ഞില്ല നീ ഉണ്ടായിരുന്നുള്ള കേസ്. ഞാൻ വണ്ടി സേവ് ചെയ്യാൻ പറ്റുന്നത് വെള്ളത്തിൽ കൊണ്ടിട്ടതാ. സോറിടാ. നീ വഴി പോ. പ്രോപ്പർ കോളായിരുന്നു. നന്ദിയുണ്ട്. ഞാൻ ചത്തട്ടാ. ഹലോ ഹലോ ബ്രോ. വരാൻ ഓക്കെ ജസ്റ്റ് ഹോൾഡ് ചെയ്യണം. പറക്കണം എങ്ങനെയാണ്? ഇവിടല്ല പുറയിലാണ്. ഒന്ന് സീക്രട്ട് ആണ്. ബ്രോ നിങ്ങളെല്ലാം ലീവ് ചെയ്തേ. ഒരു ഇല്ലീഗൽ സൈഡ് നോക്കുന്ന ബാക്ക് സൈഡ് വണ്ടി തെറിപ്പിച്ചു. അത് അതിന്റെ ബാക്ക് സൈഡാണോ? തുറക്കാൻ പറ്റില്ല. നമുക്ക് മതില് കയറാം. പിന്നെ ബട്ടൺ മറന്നു. ഏതായിരുന്നു? എടാ ഇതിന്റെ ബട്ടൺ ഏതായിരുന്നു? അണ്ണാ അത് മറ്റേ മൗസ് സ്ക്രോൾ ചെയ്യണത്. മൗസ് സ്ക്രോൾ ചെയ്യണ. സത്യം നമ്മളിതൊന്നും ഇല്ലാത്ത സ്ഥലത്തെ പെട്ട് ടർഫൊക്കെ കളിക്കുമ്പോഴേ നമ്മൾ കേറിട്ടുള്ള കിരീടം നമുക്കറിയാം. ഇങ്ങനെ ചാടുന്നില്ല. എന്തിനാ തുറന്നിച്ചെന്തിനത്?
ഹലോ മധുരൊന്നും ചാടിക്കൂടാ കേട്ടോ. ഇല്ല രായ ഓൾറെഡി ചാടി ഇവിടെ. ഞാൻ പറഞ്ഞു ചാടരുത് രായ, നമുക്ക് ഇവിടെ ഞാൻ പറഞ്ഞു ചാടരുത് രായ, മതിലിന്റെ മുകളിൽ നിന്ന് കൈ അടിക്കാന്ന് പറഞ്ഞ് മതിലിന്റെ മേളിൽ വലിഞ്ഞു കയറിയിരുന്നു. അവൻ ചാടി അപ്പുറത്ത് പോയി. കണ്ടിട്ടാണ് ഞാൻ ഓടി വന്നത്. ആണല്ലേ രായ മോശോടെ ചെയ്യല്ലേ. മറ്റേ ഗ്യാങ്സിനെ വണ്ടി കൊടുക്കുവായിരുന്നു. എനിക്ക് എന്റെ കീ ബൈൻഡ് ഓർമ്മയില്ല സത്യം പറഞ്ഞ. വരുമല്ലോ വിചാരിച്ചിട്ട് ഇത് തുറന്നു തരുമെന്ന് അറിയാം. കാരണം അതിനു മുമ്പേ നമ്മളിവിടെ പാർക്കർ ഇതായിരുന്നു കേട്ടോ. ആടുണ്ട് ഒന്ന് പറഞ്ഞത് ഞാൻ തോന്നുന്നു. ഇല്ല സംഭവം എന്റെ ബട്ടൺ ഏത് മറന്നു, ഏതാണ് ജസ്റ്റ് നോക്കിയത്. ഗേറ്റ് തുറക്കാണല്ലോ. അല്ല അങ്ങനെ ആള് കേറാൻ വേണ്ടി അതെ നമുക്ക് അറിയാം കേട്ടോ, നമ്മള് പഠിപ്പിക്കല്ലേ ഇത്തിരി എനിക്ക് കീ ബൈൻഡ് മറന്നു പോയോ അതിന്റെ നീക്ക കീ ബൈൻഡ് മാറിപ്പോയി നോക്കി. ആരെങ്കിലും ഇങ്ങോട്ടൊന്ന് വന്നേ. കീ ബൈൻഡ് അറിയത്തില്ല അതാണ് ബ്ലൂ പ്രിന്റ് വാങ്ങാൻ വന്നാ. നമ്മള് സാധാരണ മറ്റേ കൺസൈൻമെന്റ് ചെയ്തിട്ടുണ്ട്. ലൂണ ഒന്ന് വന്നേ, ഞങ്ങള് ബാക്ക് സൈഡിലുണ്ട്. അവരിപ്പം വരും. ഞങ്ങള് ബാക്ക് സൈഡിൽ ഇല്ലീഗൽ സംഭവം നടക്കണ സംഭവം ഇങ്ങോട്ട് കേറുക. അവന്മാര് കുറച്ച് ഇങ്ങോട്ട് മാറി. കീ ബൈൻഡിങ് മറന്നുപോയി, എനിക്ക് സത്യമായിട്ട് ഓർമ്മയില്ല. എനിക്ക് അതിന്റെ കീ ബൈൻഡിങ് ഒന്നും ഓർമ്മയില്ലായിരുന്നു, അതാണ് ഞാൻ നോക്കിയത്. മൗസിന്റെ സ്ക്രോൾ ബട്ടൺ ആണ് നടന്നത്. മൗസിന്റെ സെന്റർ സ്ക്രോൾ ബട്ടൺ എന്ന് പറയുമ്പോൾ ഞാൻ മാർക്ക് ചെയ്യുന്നത് സ്ക്രോൾ ബട്ടൺ ആണ്. ഇതേ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ പാർക്കർ ഇനിഷ്യലൈസ് ആവുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ടാണ് എനിക്ക് പറ്റിയത്. എനിക്ക് ഇതിന്റെ കീബൈൻഡ് മറന്നു സത്യം പറഞ്ഞു. നമ്മുടെ ഭാഗത്ത് ആരെങ്കിലും പോയോ? ഇല്ല നമ്മുടെ ഭാഗത്ത് 2-3 പേരൊക്കെ തൊഴിഞ്ഞല്ല. കുറച്ച് ഇച്ചിരി ഇതുണ്ടായിരുന്നു, മറ്റേ PL ഇഷ്യൂ ഉണ്ടായിരുന്നു. PL ഇഷ്യൂ അപ്പൊ അത് കാരണം ചിലരൊക്കെ മനസ്സിലായില്ലേ, ചത്ത പോലീസൊക്കെ എണീറ്റ് അടിക്കുന്നുണ്ടായിരുന്നു ഇടയിൽ. അങ്ങനെയൊക്കെ 3-4 പേരും ഡൗൺ ആയി. അല്ലാണ്ട് ഒരു ഓഫീസർ നമ്മള് 10 തൊട്ട് അടിച്ചു. അതെ, ഒരു ഓഫീസറിനെ ഒരു 30 റീലോഡ് അടിച്ചിട്ടാണ് ആള് ചത്തത്. എന്തെങ്കിലും പോലും അറിയുന്നില്ല. ഞാൻ അന്വേഷിച്ചു 16 ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഹെലി ഇല്ലായിരുന്നല്ലേ. ആരെ നമുക്കാ? നമുക്ക് ഹെലി ഇല്ല. നമ്മളെ ഹെലി മറ്റേ നിങ്ങൾ ആ സമയത്തല്ലേ ഒരു കാറിൽ എടുത്തിട്ടേ ഫോൺ വെച്ചിട്ട് കാറിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് പോവായിരുന്നു. കൊടുക്കേണ്ടതൊക്കെ കൊടുക്കൂ, വാങ്ങേണ്ടതൊക്കെ വാങ്ങും. എടാ നിങ്ങള് വിശ്വസിക്കാൻ കുഴപ്പമില്ല. ലൈക്ക് അടിക്കാത്ത നിങ്ങളോട് എനിക്ക് രീതികളൊന്നും പറയില്ല. 8K ലൈക്സ് സുഖമായിട്ടാക്കായിരുന്നു. നിങ്ങൾ ലൈക്ക് പോലും ഓഫീസിലോട്ട് വരാൻ പറഞ്ഞപ്പോ ഇവിടെ പറഞ്ഞു ബാക്ക് സൈഡിൽ വന്നാൽ മതി. ആരാ പറഞ്ഞേ? ഒരു പച്ച ട്രക്കിനോട് ബാക്കിലോട്ട് വരാൻ പറഞ്ഞത്. ട്രക്ക് നമ്മളെ കൊണ്ടുവന്നിട്ടില്ല, നമ്മള് ഫ്രണ്ടിലാണ് വന്നത്. സത്യം പറഞ്ഞു ട്രക്ക് ഇവര് ട്രക്കാണ് ഇവര് കൊണ്ടുപോകുന്നത്. ഇവര് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകും. മറ്റേ വണ്ടി കൂടെ പോയിട്ട് അതൊരു നമുക്ക് വണ്ടി കൊണ്ടുപോകാം. ചാടി വരാം. ഞാൻ വണ്ടിയെ കയറി ഗേറ്റ് ആറ് തുറക്കും. ഗേറ്റ് തുറന്നില്ലേ? നിങ്ങൾക്ക് മറ്റേ ഇത് കിട്ടിയായിരുന്നോ? ഏതാണ് ബ്ലൂ പ്രിന്റ്? ഇല്ല അതിനാണ് വന്നത്. ഫ്രണ്ടിച്ചില്ല. ഓക്കെ ഒരു മിനിറ്റടാ, ഞാൻ ഇവിടെ നിക്കണോ അതോ അങ്ങോട്ട് വരണോ? വണ്ടി എടുത്തോ. രായം വന്നില്ല? രായുണ്ട്. ഇത് ഓരോ ഇതൊന്നും അൺലോക്ക് ആക്കണം. ഇടിച്ച് തുറന്നു കേറിക്കോ. വലിയ കൺസൈൻമെന്റ് ഒന്നും വേണ്ട. അതിന്റെ കൂട്ടത്തിൽ ചെറുത് തന്നാലും നമ്മൾ സ്വീകരിക്കും എന്നാണ് ഉദ്ദേശിച്ചത്. ആക്റ്റീവായിട്ട് നമ്മളിപ്പോ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഗ്യാങ് ഏതാന്ന് നോക്കും, അവർക്ക് കൊടുക്കും. ഇച്ചിരി ആക്റ്റീവ് ആണ്. അതിനൊക്കെ നമ്മള് വെടിപ്പായിട്ട് ഞങ്ങളെല്ലാം നോക്കുന്നുണ്ട്, ഞങ്ങളെല്ലാം ട്രാക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ആക്ടിവിറ്റീസ്. നമുക്കിവിടെ അങ്ങനെ പല ആൾക്കാരും ഉണ്ട് കൂട്ട് കിട്ടാൻ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്?
ഒരു വണ്ടി കൊടുത്തൂടെ? ഒരു ചെറിയൊരു ഡീലും കൂടി സാറിന്റെ സംസാരിക്കുന്നുണ്ട്. സാർ ഫ്രീ ആണെങ്കിൽ നമുക്കൊന്ന് സംസാരിക്കാം. നിങ്ങൾക്കും ബെനിഫിറ്റ് വേണം, ഞങ്ങൾക്കും ബെനിഫിറ്റ് വേണം അല്ലേ? ആണ്. നിങ്ങൾക്കും ബെനിഫിറ്റ് ഉള്ള കാര്യമാണ്. അതാണ് ഇവർക്ക് എത്ര ആണ് സാർ. അതിന്റെ അത് എങ്ങനെയാണ്? അവരിപ്പോ നമുക്ക് മുമ്പോട്ട് പോവാം. വരൂ മുമ്പോട്ട്. റാബി വരൂ. പറയൂ മാറ്റ്. എന്താ മീറ്റിംഗ് ആണോ? എന്താണ് ടോപ്പിക്? ഇവർക്ക് സാധനങ്ങളൊക്കെ കൊടുത്ത് സെറ്റ് ആക്കണ്ടേ? കൊടുത്തില്ലായിരുന്നു ഇവർക്ക് കൺസൈൻമെന്റ് ഒന്നും? നിങ്ങൾക്ക് ബ്ലൂ പ്രിന്റ് കിട്ടിയില്ലല്ലോ അല്ലേ? ഇല്ല കിട്ടിയതാ. നമ്മള് 10 വട്ടം ചോദിച്ചു തന്നിട്ട് സാധനം ഒന്നുമില്ല. ഹായ് ഗൈസ്, മൈ നെയിം ഈസ് റാബി. നിങ്ങളുടെ പേരെന്താണ്? ടിവിയുടെ കോലീഡറാണ്. ഇത് ടിവി രായൻ. നൈസ് ടു മീറ്റ് യു. ഞാൻ ഇവിടുത്തെ സെക്യൂരിറ്റി ഇൻചാർജ് ആണ്. എന്റെ പേര് റാബി എന്നാണ്. നൈസ് ടു മീറ്റ് യു ഗൈസ്. ബ്രോ വണ്ടി എവിടേക്ക് ഒന്ന് പറഞ്ഞിരുന്നോ? അപ്പൊ നമ്മുടെ കൺസൈൻമെന്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞാണായിരിക്കും. ഫസ്റ്റത്തത് അത്ര നല്ല എളുപ്പമായിരുന്നു സത്യം പറഞ്ഞ. ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ ഇടയ്ക്ക് വന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി നല്ലതായിരുന്നു. നമ്മളെ കമ്മ്യൂണിക്കേഷന്റെ റേഡിയോയില് ഒരു ജാമർ വന്നിരുന്നു ഇടയിൽ വെച്ചിട്ട്. അതായത് ഒരു ജാമറൊക്കെ നിർത്തി ഇടയ്ക്ക് കയറിയിട്ടുണ്ട്. ബാക്കിലും ഒക്കെ ആയിരുന്നു. എല്ലാം ഓക്കെ ആയിരുന്നു. വീഡിയോ CC എന്ന് പറയുന്നത് ഇന്നത്തത് ഈസി ആയിട്ടാണ് ഫീൽ ചെയ്തത്. പാടില്ലായിരുന്നു. ആകെ ബുദ്ധിമുട്ടായിട്ട് ഈ ഒരു പ്രശ്നം കാരണമാണ് ഒരു 2-3 പേര് എന്തോ ഡൗൺ ആയത് കാരണമായിരുന്നു. ഓക്കെ, സോ നമുക്ക് ചൂസ് ചെയ്യാൻ ബ്ലാക്ക് മണി വേണ്ട. ലൈക്ക് അതിന് പകരം ബ്ലൂ പ്രിന്റ് മതി. സോ ബ്ലൂ പ്രിന്റിന് 12 lakh ആണ്. 12 lakh വെച്ചിട്ട് ചൂസ് ചെയ്യാറല്ലേ? So it was like 16 അല്ലേ? 16 or 17. Make it 17. Make it 17. 16.6 അല്ലേ? അത് അല്ല എൻ്റെ ഉണ്ട്. ആർക്കാ വേണ്ടേ? രാന്റെ കൊടുത്താ ഐഡി പറഞ്ഞു. രാന്റെ പോക്കറ്റ് ഐഡി എന്ന് പറഞ്ഞു 131. കിട്ടി. അപ്പൊ ഇത് 10 അല്ലായിരുന്നല്ലേ നേരത്തെ ചോദിച്ചപ്പോ? 10 എന്നാണോ? അത് റേറ്റ് കൂടിയ 2 ദിവസം മുന്നത്തായിരുന്നു. ഞാൻ അത് നമുക്ക് ഷോപ്പ് നമുക്ക് ഇതേപോലെ ചെറിയ കൺസ്യൂമൻസ് വന്നിരുന്ന കുറച്ചും കൂടി ഇവിടെ വരുമ്പോ മാത്രമുള്ള പ്രശ്നമാണോ ഇത്? വെള്ളിയാഴ്ചയാണ്, ഫ്രൈഡേ. ഹലോ ദിവസം ഓർമ്മയുണ്ടല്ലോ? വെള്ളിയാഴ്ചയാണ്, ഫ്രൈഡേ. ഓർമ്മയുണ്ട്. മറക്കല്ലേ? ഇല്ല. നാളെ വ്യാഴമല്ലേ വക്കീലേ? പ്രശ്നം തന്നെ. അടിച്ചു പോക്കും കത്തലും ബഹളമൊക്കെ തന്നെ. 16.6 ആണ്. അതാണ് 17 എന്ന് അറിയാം. അതിന് നമുക്ക് 16 ആക്കാതെ ആക്കണമല്ലോ. അതാണ് ഉദ്ദേശം. ഉണ്ട്. ഹലോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പറഞ്ഞു. അതായിരിക്കും നല്ലത്. നാളെ അല്ല വെള്ളി. അത് വക്കീല് ചെറിയൊരു പ്രശ്നം. വെള്ളിയാഴ്ച നമ്മള് എന്താണ് കൺസേൺ ഉണ്ടോ? അല്ല, ഫാമിലിയുടെ അല്ല, നിങ്ങൾ എമൗണ്ട് പറഞ്ഞല്ലേ ഗ്യാങ് ഹൗസിന്റെ ഫീസ്? അതവര് രായന്റെ അടുത്ത് പറഞ്ഞു. രായനത് ഫ്രൈഡേ ഓർ സാറ്റർഡേ സൺഡേ എന്നാ പറഞ്ഞത്. അത് എത്രയാണ് എമൗണ്ട്? 10 ബ്ലാക്ക് ആണോ? 10 ബ്ലാക്ക്. ഓക്കെ അത് സെറ്റാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ കാണാം. അപ്പോ ഓക്കെ ശരി. അത് കിട്ടിയില്ലേ? ബ്ലൂ പ്രിന്റ് കിട്ടി. ഓക്കെ, അപ്പൊ താങ്ക് യു. അപ്പൊ എന്തായാലും ഇനി അടുത്ത കൺസൈൻമെന്റ് ഉണ്ടെങ്കിൽ നമ്മളെ തന്നെ അറിയിക്കാം. നമ്മളെ നിങ്ങൾക്ക് കൺസ്യൂമൻസ് വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് us know. ഓക്കെ ശരി.